മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഉണ്ണീസ് ടെക് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വാട്ടർ ഫിൽറ്ററിന്റെ സർവീസിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു RO ഫിൽറ്റർ അല്ല, നമ്മുടെ ഒരു പ്രീ സ്റ്റേജ് ഫിൽറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. വീടുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡൊമസ്റ്റിക് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു ഫിൽറ്ററാണ്. ഇതിൽ നമുക്ക് ഒരു സെഡിമെന്റ് ഫിൽറ്റർ, അതേപോലെ തന്നെ ആക്ടിവേറ്റഡ് കാർബൺ, പ്രീ കാർബൺ ഫിൽറ്റർ എന്നിങ്ങനെ 3 സ്റ്റേജ് ഫിൽട്രേഷനും പിന്നെ ഒരു UVയും കൂടിയുള്ള ഒരു ഫിൽറ്ററാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ സർവീസ് ചെയ്യാൻ നോക്കാം. പുറകെ നമുക്ക് ഒരു RO എങ്ങനെ സർവീസ് ചെയ്യാം, അതേപോലെ തന്നെ RO എങ്ങനെ അസംബിൾ ചെയ്യാമെന്നതിനെ പറ്റിയുള്ള വീഡിയോ നമുക്ക് പുറകെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ. പക്ഷേ ഇത് ഇങ്ങനെ കാണിച്ചു നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ഇതിലിപ്പോൾ 3 സ്റ്റേജ് ഫിൽട്രേഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ അഴിച്ചു കളയാം, എന്നിട്ട് ഒന്നേന്ന് തുടങ്ങാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ മച്ചാന്മാരെ, നമുക്കിത് സെറ്റിങ് തുടങ്ങാം. ഇതാണ് നമ്മുടെ ഇൻലെറ്റ് വരുന്നത്. ഇൻലെറ്റ് വരെ നമ്മുടെ LP സ്വിച്ചിലേക്ക് വന്നിട്ടുണ്ട്. LP സ്വിച്ചിൽ നിന്ന് വന്നതാണ് ഇവിടെ മേളിൽ വന്നിട്ടുണ്ട്. ഇവിടെ കൂടി നമ്മൾ വെള്ളം കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെ കൂടി വെള്ളം വരും. അപ്പോൾ നമുക്കിനി ആദ്യം ഇടുന്നത് സെഡിമെൻറ്റ് ഫിൽറ്ററാണ്. ഇതാണ് സെഡിമെൻറ്റ് ഫിൽറ്റർ എന്ന് പറയുന്ന ഫിൽറ്റർ. ഈ ഫിൽറ്ററിന് ഒരു ഫ്ലോ മാർക്കിംഗ് ഉണ്ടാവും. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇങ്ങനെ ഒരു ഫ്ലോ മാർക്കിംഗ് ഉണ്ടാവും. ഈ പറയുന്നതാണ് സെഡിമെൻറ്റ് ഫിൽറ്റർ. അപ്പോൾ സെഡിമെൻറ്റ് ഫിൽറ്ററിൻ്റെ ഇൻലെറ്റ് സൈഡിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു ട്യൂബ് കണക്ട് ചെയ്തു. ഇങ്ങനെ ലോക്ക്. അപ്പോൾ സെഡിമെൻറ്റ് ഫിൽറ്റർ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട് ലോക്കായി സെറ്റായിട്ടുണ്ട്. നോടി ക്ലിയർ ആയിട്ടുണ്ട്. സെഡിമെൻറ്റ് ഫിൽറ്റർ ലോക്കായിട്ടുണ്ട്. ഇനി സെഡിമെൻറ്റ് ഫിൽറ്ററിൻ്റെ ഔട്ടിലേക്ക് നമ്മൾ സോളിനോഡ് വാൽവ് കണക്ട് ചെയ്യും. സോളിനോഡ് വാൽവിന് ഒരു ഫ്ലോ മാർക്കിംഗ് ഉണ്ട്. ആ ഫ്ലോ നോക്കി വേണം കൊടുക്കാൻ. ഇത് ചെറിയ കണക്ടറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോക്കായി. ഇനി നമുക്ക് അടുത്ത പോകേണ്ടത് വെച്ചാൽ അടുത്ത ഇൻലെറ്റിലേക്കാണ്. അവിടെ വരുന്നത് പ്രീ കാർബൺ ഫിൽറ്റർ എന്ന് പറയുന്ന ഫിൽറ്ററാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് കാർബണാണ്. അപ്പോൾ നമ്മുടെ ചിരട്ടക്കരി പോലെ തന്നെ കാർബണാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അത് ഫിൽറ്റ് ചെയ്യാം. അതിനും ഇതേപോലെ ഫ്ലോ മാർക്കിംഗ് ഉണ്ട്. ആ ഫ്ലോ അനുസരിച്ച് തന്നെ നമ്മുടെ ജസ്റ്റ് ഈ ട്യൂബ് ഇങ്ങോട്ടേക്ക് കയറ്റി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്കായി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അടുത്ത സ്റ്റേജിലേക്കാണ്, 3ാമത്തെ സ്റ്റേജിലേക്ക് പോകാം. അവിടെ നമ്മുടെ പോസ്റ്റ് കാർബൺ ഫിൽറ്ററാണ് വരുന്നത്. ഈ പോസ്റ്റ് കാർബൺ ഫിൽറ്ററിന് നമ്മൾ ഫ്ലോ മാർക്കിംഗ് നോക്കുക. ഫ്ലോ ഇങ്ങോട്ടാണ് ആരോ മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഔട്ട് സെക്ഷൻ വരുന്നത്. ഫ്ലോ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫിൽറ്റർ ചെയ്ത ഔട്ട്, നമ്മൾ ഔട്ടിൽ കണക്ട് ചെയ്യുന്നു. അതും ജസ്റ്റ് ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ട്യൂബ് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു ട്യൂബ് മുകളിലേക്ക് വന്നു. ജസ്റ്റ് ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്യുക. ആ ട്യൂബ് തന്നെ വൃത്തിയായിട്ട് നമ്മൾ നൈസായിട്ട് കൊണ്ടുവന്നു ഇവിടെ കണക്ട് ചെയ്ത് വെക്കാം. ഇതൊരു പ്രീ ഫിൽട്ടർ സ്റ്റേജ് യൂണിറ്റ് ആണ്. അതുകൊണ്ടിട്ടാണ് ഇതിൻ്റെ അകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ സോളിനോഡ് വാൽവ് വരുന്നത് ഇതാണ്. ഇത് 230 വോൾട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സോളിനോഡ് വാൽവും നമുക്ക് മാർക്കറ്റിൽ ലഭിക്കും. അപ്പോൾ അത് കണക്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ LP സ്വിച്ച് ഇവിടെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇവിടെ ഹൈ പ്രഷറിൽ സംഭവം വരുന്നതാണ് ലൈനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം വെള്ളം ഉണ്ടാവും. വെള്ളം പോകുന്ന സംഭവങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ അത് കണക്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ UV നമ്മൾ എടുത്താൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് UV ആരാണ്ട് അയച്ചുകൊണ്ട് പോയേക്കണം. നേരത്തെ ഉണ്ടായിരുന്നവർ സർവീസ് ചെയ്തിട്ട് UV ലാമ്പ് ഇടാണ്ട് പോയിട്ടുള്ള. പിന്നെ നമുക്ക് UV ലാമ്പ് ഇട്ടിട്ട് വേണം ഇത് കയറ്റാൻ. അപ്പോൾ നിലവിൽ നമുക്കൊരു പ്രീ സ്റ്റേജ് ഫിൽട്രേഷൻ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബാക്കി കാരണം നമ്മളിവിടെ ട്രീറ്റ് ചെയ്ത വാട്ടറാണ് നമുക്കിവിടെ വരുന്നത്. RO തന്നെ ട്രീറ്റ് ചെയ്തതാണ്. അത് വേറെ ടാങ്കിൽ പോയിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു ഫിൽട്രേഷന് വേണ്ടിയിട്ട് മാത്രം ഇതിങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് RO യൂണിറ്റ് പറഞ്ഞാൽ ഞാൻ ചെയ്യാം. നമുക്ക് RO ഫുൾ യൂണിറ്റ് പറഞ്ഞാൽ ഞാൻ ചെയ്ത്. അപ്പോൾ അതിനകത്താകുമ്പോൾ ഇതേപോലെ തന്നെ പമ്പ് സെറ്റ് വരും. പിന്നെ സോളിഡ് വാൽവിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നിലവിൽ ഇവിടെ ഒരു ഫ്ലോട്ട് സ്വിച്ച് ഉണ്ട്. ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ പിന്ന് വരുന്നത് ഇവിടെയാണ്. ഇതൊക്കെ നമ്മൾ സർവീസ് ചെയ്യാനായിട്ട് അയക്കുമ്പോൾ ഊരി പോകാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് സെൻസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടുള്ള സപ്ലൈ കട്ട് ചെയ്ത് സോളിനോഡ് വാൽവിനെ അടക്കാൻ ഉപയോഗിക്കുന്നത് ഈ സംഭവം. അപ്പോൾ ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോൾ നിലവിൽ കാണിച്ചു നിലവിൽ ടാങ്ക് ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ ഈ ഫ്ലോട്ട് സ്വിച്ച് സെൻസായി അകത്തെ ഫ്ലോട്ട് സ്വിച്ച് ഓണായിട്ട് കട്ടായാണ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ വാട്ടർ ഇൻലെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പവറും കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെറിയ വാൽവിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ അത് വെള്ളം നിറഞ്ഞ് ഫില്ലായി കിടക്കുവാണ്. നല്ല ക്ലാരിറ്റിയിൽ തന്നെ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പക്ക ക്ലാരിറ്റിയിൽ തന്നെ വെള്ളം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ടാപ്പ് ഒന്ന് തുറന്ന് നോക്കാം. ഈ ടാപ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ആ ഫ്ലോട്ട് സ്വിച്ച് താഴും, അതേപോലെ തന്നെ ആ സമയത്ത് സോളിനോട് വർക്കായിട്ട് വെള്ളം വരാനും തുടങ്ങും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ പോലും അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് റീഫില്ലാതെ തന്നെ ചെയ്യും. ഇനിയിപ്പോൾ ഫ്ലോട്ട് സ്വിച്ച് നമ്മൾ മേളിലേക്ക് പൊങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സോളിനോട് വാൽവ് കട്ടായി വെള്ളത്തിൻ്റെ ഫ്ലോ നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ്സായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.